ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് പലരും ചോദിക്കാറുണ്ട്. കോച്ച്, എസ്പെഷ്യലി പിള്ളേരൊക്കെ, നമുക്ക് മോർണിംഗ് വർക്കൗട്ടാണോ ഈവനിങ് വർക്കൗട്ടാണോ suitable or best for the muscle growth and development, whatever, all the things. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈവനിങ് വർക്കൗട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഓൾറെഡി നന്നായിട്ട് വാമായിട്ടുണ്ടാവും. നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഓൾറെഡി മറ്റേ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വന്ന് റെഡി ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസിലി ചെയ്യാൻ പറ്റും. ചിലർക്ക് അത് വളരെ ഈസി ആയിട്ട് തോന്നാറുമുണ്ട്. എസ്പെഷ്യലി വർക്കെല്ലാം കഴിഞ്ഞ്, വർക്കൗട്ട് കഴിഞ്ഞ്, ഡിന്നറും കഴിച്ച് ഉറങ്ങി രാവിലെ എണീറ്റ് വർക്കിന് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഞാൻ വരെ ഒരു സമയത്ത് ഈവനിങ് ആയിരുന്നു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വെൻ ഐ പ്രാക്ടീസ് മാർഷൽ ആർട്സ്, കളരിപ്പയറ്റ്, തൈക്കൊണ്ടോ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈവനിങ്ങേ പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം സ്കൂള്, കോളേജ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സമയം ഈവനിങ് ആഫ്റ്റർ 6 PM ആയിരുന്നു. പിന്നെ മോർണിംഗ് വർക്കൗട്ടിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയും. കാരണം നമ്മൾ രാവിലെ പോയി ഓഫീസിനൊക്കെ മുന്നായിട്ട് നമുക്ക് നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പേഴ്സണലി ചൂസ് ചെയ്യുന്നത്, എനിക്ക് അതിന് സാധിക്കുന്നത് കൊണ്ട് ഞാൻ മോർണിംഗ് ആണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. മോർണിംഗ് ആണ് എൻ്റെ ഒരു വർക്കൗട്ട് റൂട്ടീൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും ബെസ്റ്റാണ്. അക്കോർഡിംഗ് ടു അവർ കൺവീനിയൻറ്റ് ആണ് നമ്മളിതിനെ ചൂസ് ചെയ്യേണ്ടത്. ലൈക്ക് നമുക്ക് മോർണിംഗ് ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വർക്കൗട്ടേ ചെയ്യാതിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ. അപ്പോൾ നമുക്ക് അവൈലബിൾ ടൈം അനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അത് ഈവനിങ് ആയിക്കോട്ടെ, മോർണിംഗ് ആയിക്കോട്ടെ. ഇനി ഏതിലാണ് നമ്മൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അഗെയിൻ ആൻസർ സെയിം ആണ്. ബോത്ത് ആർ ഗുഡ്. ഇതിൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ്. നമ്മൾ റെഗുലറായിട്ട് ഒരു വീക്ക്ലി 3 days or 4 days ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സമയം നമ്മൾ ഫിക്സ് ചെയ്യുക, അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഈവനിങ് ആണ് നിങ്ങൾക്ക് പറ്റുന്നുള്ളെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. മോർണിംഗാണ് പറ്റുന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ അവർ ജോബ്, നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് ഇന്നതേ ശരി, അത് മാത്രമാണ് നമുക്ക് പാടൂ എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ പ്രോപ്പറായിട്ടുള്ള, എന്ന് എപ്പോഴും പറയുന്ന പോലെ, സ്ലീപ്പ്, നല്ല ഫുഡ്, റിക്കവർ, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ചെയ്യുക. ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.